എല്ലാവർക്കും പ്രശാന്തി ആസ്ട്രോ റിസർച്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ പറയുന്നത് 2025 മാർച്ച് മാസം മിഥുനക്കൂറുകാർക്ക് എപ്രകാരമാണെന്ന് പറയുന്നത്. മകയിരം രണ്ടാമത്തെ പകുതിയും തിരുവാതിരയും പുണർതം ആദ്യം മുക്കാൽ ഭാഗം ഉൾപ്പെടുന്ന 2.25 നക്ഷത്രങ്ങളാണ് മിഥുനക്കൂറിലുള്ളത്. മിഥുനക്കൂറുകാരുടെ മാർച്ച് മാസ ഫലങ്ങൾ പറയുന്നതിന് മുൻപ് പൊതുവെ അവരുടെ സമയം എപ്രകാരമാണെന്ന് നമുക്കൊന്ന് വിലയിരുത്താം. മിഥുനക്കൂറുകാരെ സംബന്ധിച്ചിട്ട് 12-ൽ വ്യാഴം സഞ്ചരിക്കുന്ന സമയം, ഭാഗ്യത്തിൽ ശനിയുടെ സ്ഥിതി ഇവർക്ക് 2023 പിറകിലേക്ക് 5 വർഷം വളരെ മോശമായിരുന്നു. കണ്ടകശനി, അഷ്ടമശനി. അതിനുശേഷം 2023 ജനുവരി മുതൽക്ക് ശനി ഇവർക്ക് ഭാഗ്യഭാവത്തിൽ സഞ്ചരിക്കുന്നു. ഭാഗ്യഭാവത്തിൽ സഞ്ചരിക്കുന്ന ശനിയുടെ കാലത്ത് ഇവർക്ക് ജീവിതത്തിൽ പുതിയ എന്തെങ്കിലും തരത്തിലുള്ള നേട്ടങ്ങൾ, ഒരു ലോങ് ടൈം ആയിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള ബിസിനസ്സുകൾ ആരംഭിക്കാൻ കഴിയുകയോ അല്ലെങ്കിൽ ഒരു സ്ഥിര വരുമാന മാർഗം ആരംഭിച്ച് അത് പുഷ്ടിപ്പെടുന്നൊരവസ്ഥ സംഭവിക്കുകയോ, എന്തെങ്കിലും തരത്തിലുള്ള കച്ചവടമോ അങ്ങനെ ഒരു പുതിയ ജോലിയോ, നമുക്ക് ഒരുപാട് കാലത്ത് ഗുണം ചെയ്യുന്ന ജോലികളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു വരുമാന മാർഗം സ്ഥിരമായിട്ട് ഇവർക്ക് 2023 ജനുവരി മുതൽക്കുള്ള ഈ ഒരു 2.5 വർഷക്കാലത്ത് ഇവർക്ക് ലഭിച്ചു കാണും. അത് ലഭിക്കുകയും അത് അഭിവൃദ്ധിപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അവർക്ക് ഭാവിയിലേക്ക് ഗുണമാകുന്ന രീതിയിൽ ഒരു അസറ്റായിട്ട് അത് മാറിയിട്ടുണ്ടാവും. ശനിയുടെ ഭാഗ്യഭാവത്തിലേക്കുള്ള മാറ്റം നമുക്ക് ജീവിതത്തിൻ്റെ ഗ്രാഫ് പതിയെ അഭിവൃദ്ധിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. എങ്കിലും ശനി മന്ദൻ എന്ന് വിളിക്കുന്നതുകൊണ്ട്, വളരെ മന്ദഗതിയിൽ ഫലം തരുന്നതുകൊണ്ട് പെട്ടെന്ന് എടുത്തെറിയുന്ന ഒരു സഡനായിട്ടൊരു മാറ്റങ്ങളൊന്നും ശനിയുടെ സ്ഥിതി കൊണ്ട് പരിഗണിക്കേണ്ടതില്ല. പൊതുവിൽ ഇവർക്ക് ആ ശനിയുടെ സ്ഥിതി കൊണ്ടിട്ടാണ് ഇവർക്ക് കഴിഞ്ഞ വർഷം മുതൽക്ക് ആരംഭിച്ച 12-ലെ വ്യാഴത്തിൻ്റെ സ്ഥിതിയെ അതിജീവിക്കാൻ വേണ്ടി ഈ രാശിക്കാർക്ക് കഴിഞ്ഞത്. അല്ലെങ്കിൽ അത് വളരെ മോശം അനുഭവങ്ങൾ കൊണ്ടൊന്നും തന്നെ നിലവിൽ അവർക്ക് വ്യയം, വളരെയധികം ചിലവുകൾ നേരിടുന്നൊരവസ്ഥ ഈ 12-ലെ വ്യാഴം വരുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ച് മാസങ്ങൾ ഇവർക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. 2024 മെയ് മാസം 1-ാം തീയതി മുതൽ 12-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴം ഇവർക്ക് വളരെയധികം ചിലവുകളും കൊടുത്തിട്ടുണ്ട്. ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ വരുത്തി കാണാൻ സാധ്യതയുണ്ട്. എങ്കിലും ശനിയുടെ സ്ഥിതി ഇവർക്ക് ഒരു സംരക്ഷണ കവചം പോലെ വർത്തിക്കുന്നതുകൊണ്ട് അതിനുള്ള അത്രയും ഒരു വലിയ കുഴപ്പങ്ങൾക്ക് സാധ്യതയില്ല. എങ്കിലും ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി മാസങ്ങളിൽ ഇവർക്ക്, പ്രത്യേകിച്ച് ഡിസംബർ വരെ ഉള്ള മാസങ്ങളിൽ ഇവർക്ക് പ്രതീക്ഷിച്ചിരിക്കാത്ത കുറച്ച് ഭാഗ്യങ്ങളൊക്കെ ഇവരെ തേടിയെത്തിക്കാണ് ഈ രാശിക്കാരെ. അതിൻ്റെ കാരണം വ്യാഴത്തിൻ്റെ വക്രഗതിയാണ്. എന്നാൽ വീണ്ടും ഫെബ്രുവരി മാസത്തോടെ, ജനുവരി മാസം പുരോഗമിക്കുന്തോറും ഈ രാശിക്കാർക്ക് അല്പം ടെൻഷൻ കൂടി വരുന്നത് ഇവർക്ക് മനസ്സിലാവും. അതിൻ്റെ കാരണം വ്യാഴത്തിൻ്റെ വക്രനിവൃത്തിയും വ്യാഴത്തിൻ്റെ 12-ാം രാശിയിലെ നേർഗതിയുമാണ് ഇതിൻ്റെ കാരണം. എന്നാൽ ഫെബ്രുവരി മാസം ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ ഇവർക്ക് കുറച്ച് പ്രശ്നങ്ങൾ, കഴിഞ്ഞ മാസങ്ങളെ പോലുള്ള ഭാഗ്യാനുഭവങ്ങളൊന്നും ഇല്ലാത്തൊരവസ്ഥ ഇവർക്ക് മനസ്സിലായി കാണും. അതിൻ്റെ കാരണം ഈ പറഞ്ഞ 9-ലെ ശനിയും അതുപോലെ തന്നെ 12-ലെ വ്യാഴം ഒത്തുവരുന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു ചിലവുകൾ കൂടുന്ന, ഒരു മാനസിക ഉല്ലാസം ഇല്ലാത്തൊരു സമയം. അതിന് മുൻപത്തെ മാസങ്ങൾ നല്ല മാനസികമായ ഉല്ലാസവും സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു പരിസ്ഥിതിയിൽ ഇവരെ പറ്റി പറയുമ്പോൾ ഈ മാസം നിർണായകമായ മാറ്റം സംഭവിക്കുന്നു. ഈ മാസം 29-ാം തീയതി ശനി ഇവരുടെ 9-ാം ഭാവത്തു നിന്ന് 10-ാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു. അപ്പോൾ കണ്ടകശനി കാലത്തിൻ്റെ ആരംഭമാണ്. എങ്കിലും ഇവർ ഭയപ്പെടാനൊന്നുമില്ല. ഏകദേശം ഒരു മെയ് മാസം അവസാനം വരെ ഈ രാശിക്കാർ കാര്യമായിട്ടുള്ളൊരു ദോഷവും കണ്ടകശനി ചെയ്യില്ല. ശനിയുടെ ഫലങ്ങൾ വന്നു തുടങ്ങുമ്പോൾ ഏകദേശം 2.5 വർഷക്കാലമാണ് ശനിയുടെ സഞ്ചാരം. അതുകൊണ്ട് 2.5 മാസമെങ്കിലും അതിൻ്റെ അടുത്ത് മാത്രമേ അതിൻ്റെ ഫലങ്ങൾ വന്നു തുടങ്ങുള്ളൂ. അപ്പോൾ ഇതാണ് പൊതുവിലുള്ളവരുടെ ഒരു സമയം. ഈ ഒരു ഘട്ടത്തിൽ ഇവർക്ക് ഈ മാർച്ച് മാസം എപ്രകാരമാണ് നമുക്കൊന്ന് പരിശോധിക്കാം. ഇവരുടെ ഗ്രഹനില ഒന്ന് നോക്കാം. മിഥുനം രാശിയിൽ ചൊവ്വ, അതുപോലെ തന്നെ മിഥുനം രാശിയുടെ 4-ാം രാശിയായ കന്നി രാശിയിൽ കേതു, മിഥുനത്തിൻ്റെ 9-ാം ഭാവമായ ഭാഗ്യഭാവമായ കുംഭം രാശിയിൽ സൂര്യൻ, ശനി, കർമ്മസ്ഥാനമായ മീനം രാശിയിൽ ശുക്രൻ, രാഹു, ബുധൻ. ഈ മാസം 6 ഗ്രഹങ്ങളാണ് ഇതിലൂടെ കടന്നു പോകുന്നത് മീനം രാശിയിലൂടെ. മാസത്തിൻ്റെ ആദ്യത്തെ ചന്ദ്രനും പിന്നീട് ഫെബ്രുവരി മാസം 27-ാം തീയതി ബുധൻ അങ്ങോട്ട് ആ രാശിയിലേക്ക് പകർന്നിട്ടുണ്ട്. ബുധൻ, ശുക്രൻ, രാഹു ഇവരാണിപ്പോൾ ഈ രാശിയിൽ നിലവിലുള്ളത്. ഈ മാസം 15-ാം തീയതി സൂര്യനും 29-ാം തീയതി ശനിയും കൂടെ ആ രാശിയിലേക്ക് പകരും. അപ്പോൾ ഇവരുടെ കർമ്മഭാവത്തിൽ വളരെയധികം ഗ്രഹങ്ങൾ നിരനിരയായി നിൽക്കുന്നത് കാണാൻ കഴിയും. അതുപോലെ തന്നെ ഇവരുടെ 12-ാം രാശിയിൽ, ഇടവം രാശിയിൽ വ്യാഴം. ഇതാണ് ഗ്രഹസ്ഥിതി. ഇവരുടെ 10-ാം ഭാവത്തിൽ വക്രഗതിയിൽ ബുധൻ മാർച്ച് 14 മുതൽ സഞ്ചരിക്കും. അതുപോലെ തന്നെ മാർച്ച് 1 മുതൽക്ക് തന്നെ ശുക്രൻ വക്രഗതിയിലാണ് ഇവർ കർമ്മഭാവത്തിൽ സഞ്ചരിക്കുന്നത്.
ഇവരുടെ 9ഉം 10ഉം ഭാവങ്ങളിലൂടെ സഞ്ചരിക്കുന്ന സൂര്യൻ നല്ല ഫലങ്ങളെയാണ് ഇവർക്ക് നൽകുന്നത് ഈ മാസം. ശുക്രൻ്റെ വക്രം കർമ്മഭാവത്തിൽ വരുന്നത് ഇവർക്ക് ഇവരുടെ ബന്ധങ്ങളിലൂടെ നല്ല സന്തോഷം, മാനസിക സന്തോഷം ലഭിക്കുക. വിവാഹിതരെങ്കിൽ ജീവിത പങ്കാളിയിൽ നിന്ന്, പ്രണയിതാക്കളെങ്കിൽ അങ്ങനെ മാനസിക സന്തോഷം ലഭിക്കുക എന്നുള്ളതാണ് എൻ്റെ ഫലം. ബുധൻ വക്രഗതിയിൽ മാർച്ച് 14 മുതൽക്ക് ഇവരുടെ 10ാം രാശി സഞ്ചരിക്കുന്നുണ്ടിട്ട് ഇവർക്ക് ആശയവിനിമയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരാൻ സാധ്യതയുണ്ട്. ജോലി ചെയ്യുന്നൊരു ആശയവിനിമയം പ്രധാന ഉപാധിയായിട്ട് ചെയ്യുന്ന ജോലികളൊക്കെ ഉള്ള ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക. മാർച്ച് 14 ശേഷം ആശയവിനിമയത്തിൽ എന്തെങ്കിലും അപാകതകൾ വരാനോ തടസ്സങ്ങൾ വരാനോ ഒക്കെ സാധ്യതകളുണ്ട്. അത് ബുധൻ്റെ ഇവരുടെ 10ാം രാശിയിലെ വക്രഗതി കൊണ്ടിട്ടാണ്. അത് മാർച്ച് പകുതി കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഉള്ളൂ. ഒരു പ്രതികൂല ഗ്രഹസ്ഥ ഇവരുടെ ജന്മരാശിയിലെ ചൊവ്വയാണ്. ജന്മരാശിയിൽ നിൽക്കുന്ന ചൊവ്വ ഒരു ജന്മരാശിയിൽ ഈ പാപന്മാരായിട്ടുള്ള ഗ്രഹങ്ങൾ, ഏത് ഗ്രഹങ്ങളായിരുന്നാലും ബുദ്ധിമുട്ട് തന്നെയാണ് ജന്മരാശിയിൽ. പ്രത്യേകിച്ച് ചൊവ്വ വളരെയധികം സമ്മർദ്ദം നമ്മൾ അനുഭവിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതൊരു ടെൻഷനും മെൻ്റൽ പ്രഷറൊക്കെ വളരെയധികം വർദ്ധിപ്പിക്കും. ഇവരുടെ കർമ്മഭാവത്തിൽ രാഹു ഒത്തിരി ഗ്രഹങ്ങളുമായിട്ട് യോഗം ചെയ്ത് നിൽക്കുന്നത്, ശുക്രനായിട്ട് ബുധനൊക്കെ ആയിട്ട് യോഗം ചെയ്ത് നിൽക്കുന്നത് ഇവരുടെ തൊഴിൽപരമായിട്ടുള്ള ഇടപാടുകളൊക്കെ അല്പം ബുദ്ധിമുട്ടേറിയതായിട്ട് മാറും. 12ാം ഭാവത്തിലെ വ്യയ ശയന പതനസ്ഥാനമായ 12ാം ഭാവത്തിലെ വ്യാഴം, വ്യയം, വളരെയധികം ചിലവുകൾ, എന്തെങ്കിലും തരത്തിലുള്ള പ്രതീക്ഷിക്കാത്ത യാത്രയോ ഷോപ്പിങ്ങോ ഒക്കെ ആയിട്ട് വളരെയധികം പൈസ ചിലവായി പോകാനുള്ള സാധ്യത ഈ മിഥുനം രാശിക്കാർക്ക് മാർച്ച് മാസത്തിലുണ്ട്. ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. ക്രെഡിറ്റ് കാർഡ് മുതലായ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക ഈ മാസം. ഈ കേതു കേതു രാഹുവിനെ കൊണ്ട് യാതൊരു തരത്തിലുള്ള ഗുണങ്ങളും നമുക്ക് ലഭിക്കില്ല. ശനി ഇവരുടെ 10ാം ഭാവത്തിലേക്ക് വരുന്നത് ഇവരുടെ ഒരു തൊഴിൽപരമായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ട് ഏറിയ ഘട്ടത്തിലേക്ക് പോകും. പക്ഷേ ഇപ്പോഴല്ല, ഈ മാസത്തിൽ അവർക്ക് അങ്ങനെ കാര്യമായിട്ടുള്ള ദോഷങ്ങൾ ചെയ്യില്ല. വരുന്ന കുറച്ച് മാസങ്ങൾക്ക് ശേഷം മാത്രമേ ആ കണ്ടശനിയുടെ ദോഷങ്ങളും മിഥുനം രാശിക്കാരെ ബാധിക്കാനുള്ള സാധ്യതയുള്ളൂ. പൊതുവിൽ ഇവർക്ക് നല്ല കുറച്ച് സ്ഥിതികൾ, പ്രത്യേകിച്ച് ശുക്രൻ്റെ സ്ഥിതിയൊക്കെ അനുകൂലമായതുകൊണ്ടിട്ട്, സൂര്യൻ്റെ സ്ഥിതിയും ശുക്രൻ്റെ സ്ഥിതിയൊക്കെ അനുകൂലമായ ഒരു മാസമായതുകൊണ്ടിട്ട് കുറച്ചൊക്കെ ഇവർക്ക് ഒരു ഗുണദോഷ സമ്മിശ്രമായ ഒരു മാസമായിരിക്കും മിഥുനം രാശിക്കാർക്ക് മാർച്ച് മാസം. ഇവർക്കൊരു പരീക്ഷണഘട്ടം അങ്ങനെയൊന്നും പറയേണ്ടതായിട്ടില്ല. ഇവർക്ക് വരുന്ന കുറച്ച് മാസങ്ങൾക്ക് ശേഷം അല്പം ബുദ്ധിമുട്ടുള്ള ഏറിയ ഘട്ടത്തിലേക്ക് കടക്കുമെങ്കിൽ പോലും നിലവിൽ കുഴപ്പങ്ങളില്ല. ഇവരിപ്പോൾ ചെയ്യേണ്ട കാര്യം, മിഥുനം രാശിക്കാർ ചെയ്യേണ്ടത് ഇവരുടെ നിക്ഷേപങ്ങളെ, ഇവരുടെ ബിസിനസ്സിനെ, ഇവരുടെ തൊഴിലിനെയൊക്കെ ഒന്ന് സംരക്ഷിച്ച് നിർത്താനുള്ള കാര്യങ്ങൾ വളരെ മുമ്പോട്ടുള്ള കുറച്ച് ഘട്ടങ്ങളെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇവരുടെ നിക്ഷേപങ്ങളെയും ബിസിനസ്സിനെയും തൊഴിലിനെയൊക്കെ മുമ്പോട്ടുള്ള ഘട്ടത്തിൽ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ മുമ്പോട്ട് പോകുന്നതിന് ഈ സമയം ഉപയോഗിച്ച് നമ്മൾ പരമാവധി അതിനെ ഒരു സുരക്ഷിതമാക്കി എടുക്കുക. നമ്മുടെ ആ ചെയ്യുന്ന നിങ്ങളുടെ മേഖല എന്താണോ ആ മേഖലയെ ഒന്ന് സുരക്ഷിതമാക്കി എടുക്കുക. മുമ്പോട്ടുള്ള സമയം അല്പം കലുഷിതമാകാൻ സാധ്യതയുണ്ട്, പ്രത്യേകിച്ച് ഈ വർഷം പകുതിയോടുകൂടി. അപ്പോൾ അതിന് ഈ മാസം ഉപയോഗിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട. ശുക്രൻ്റെയൊക്കെ സ്ഥിതി അനുകൂലമായിട്ട് ശനിയുടെ ഗുണങ്ങളുള്ള മാസമാണ്. ഈ മാസം അവസാനമാണ് മാറ്റം. അപ്പോൾ ശനി, ശുക്രൻ, അതുപോലെ തന്നെ സൂര്യനൊക്കെ അനുകൂലത്തിലിരിക്കുന്ന ഈ മാസത്തെ കൊണ്ട് പറഞ്ഞ പോലെ നമ്മുടെ കാര്യങ്ങളെല്ലാം സുരക്ഷിതമാക്കി വയ്ക്കുന്നതിന് ഇവർ ശ്രമിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മിഥുന രാശിക്കാർ ശ്രദ്ധിക്കേണ്ടത്. ഇവർ ചെയ്യേണ്ട സുദർശന മഹാമന്ത്രം ശ്രവിക്കുക, അതുപോലെ തന്നെ ശ്രീകൃഷ്ണ പ്രീതി വരുത്തുക. വ്യാഴാഴ്ചകളിൽ ശ്രീകൃഷ്ണ പ്രീതി വരുത്തുക, ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങൾ ദർശിച്ച് യഥാശക്തി വഴിപാടുകൾ നടത്തുക, സുദർശന മഹാമന്ത്രം ശ്രവിക്കുക. ഇതൊക്കെയാണ് ഈ രാശിക്കാർ പരിഹാരമായിട്ട് അനുഷ്ഠിക്കേണ്ടത്. പൊതുവിൽ ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള അത്ര കണ്ട് ഭയപ്പെടേണ്ട ഒരു കാര്യങ്ങളും ഈ രാശിക്കാർക്ക് ഇല്ല. ഇവർക്ക് ഈ വ്യാഴമാറ്റം 12ലേക്കാണെങ്കിലും ശനിയുടെ സ്ഥിതി കൊണ്ട് കാര്യമായിട്ടുള്ള ഒരു ദുരിതങ്ങൾ ഈ രാശിക്കാർക്ക് ഈ കഴിഞ്ഞ ഒരു വർഷമായി സംഭവിച്ചിട്ടില്ല. അതിന് വളരെയധികം ഒരു ആശ്വാസമുള്ളൊരു മാസം തന്നെയാണ് ഈ മാർച്ച് മാസം ഈ രാശിക്കാർക്ക്. അപ്പോൾ ഈ രാശിക്കാർക്ക് എല്ലാ തരത്തിലുള്ള ആശംസകളും പ്രാർത്ഥനകളും. നിങ്ങൾ ഇനിയും പ്രശാന്തി അസ്ട്രോ റിസർച്ച് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളായിട്ട് ഷെയർ ചെയ്യുക. ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ബെൽ ബട്ടൺ അമർത്തുക. ഒരിക്കൽ കൂടി മിഥുന രാശിക്കാർക്ക് എല്ലാ വിധത്തിലുള്ള ആശംസകളും പ്രാർത്ഥനകളും. നന്ദി, നമസ്കാരം.